الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد محمد أشرف العرب والعجم محمد خير من يمشي على قدمي محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകൻ റഷീദ് ഫൈലി അവരുടെ, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനെല്ലാം ഇസ്ലാമിന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവര്, നമ്മളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയവര്, ഈ സ്ഥാപനത്തിന് കാലാകാലങ്ങളോളമായി ഇതിനെ സഹായിക്കുന്നവർ, ഇതിനോട് സഹകരിക്കുന്നവർ, ഇതിന് വേണ്ട എല്ലാ ഒത്താശം ചെയ്തിരുന്നവർ, അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ അർവാഹുകളിലേക്കും ഇതിന്റെ മിസാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആധുനിക ലോകം ഇന്ന് കടന്നു പോകുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മദഹ് പറയുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ അവിടുത്തെ മദഹ് പറഞ്ഞ ശേഷം ഒരു നേർച്ച എന്ന രൂപത്തിൽ അന്നദാനം ചെയ്യുന്നതിന് വേണ്ടിയോ നാം ഒരുമിച്ച് കൂടിയാൽ അതെല്ലാം തന്നെ ബിദ്അത്താണെന്നും ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് സുന്നികളെ കുഫ്റാക്കിയും അവർ ബിദ്അത്തിന്റെ ആളാക്കിയും മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്, ആധുനിക യുഗത്തിൽ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമുദായം അല്ലെങ്കിൽ യുവ സമുദായം, അവർക്ക് വേണ്ടതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ചരിത്രം, അവരോടുള്ള സ്നേഹം, അവരുടെ ജീവിതവും നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, നാം അവരെ ഭാവിയിൽ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഖുർആനും യാസീനും ഓതി ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ മൗലിദ് ഓതി പാരായണം ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം ഇവിടെ ഇല്ലാതെയായി പോകും. അപ്പോഴാണ് നമുക്ക് ഇവിടെയുള്ള ഈ പ്രസക്തി മനസ്സിലാവുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആ പ്രവാചകന്മാരോട് അവിടുത്തെ അനുയായികൾ ചെയ്തിരുന്ന സ്വഭാവം, ചെയ്തിരുന്ന പെരുമാറ്റം, അവരുടെ സ്നേഹങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആധുനിക സമുദായത്തെ, ആധുനിക വിദ്യാർത്ഥി തലമുറയെ നാം മുൻഗാമിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ മേൽ അത്യാവശ്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവന് തന്നെയാണ് സത്യം. ലാ യുമിനു അഹദുകും ഹത്താ കൂന അബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നാം പലർക്കും അറിയുന്ന പരിചയമുള്ള ഹദീസാവാം, പക്ഷേ ഇതിന്റെ ആശയം വളരെ ഗൗരവമായ ആശയമാണ്. പ്രവാചകൻ തങ്ങൾ പറയുന്നത്, എന്റെ ശരീരം ആരെ കയ്യിലാണോ അവന് തന്നെ
തന്നെയാണ് സത്യം, അഥവാ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങൾ ഒരാൾ തന്നെ പരിപൂർണ്ണ മുഅ്മിനാവൂല. നിങ്ങൾ എന്ത് നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ആരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. എത്രത്തോളം എന്നറിയുമോ? ഹത്താ അകൂന ബൈനഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവനക്ക് അവന്റെ ശരീരത്തെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും എന്ന് വേണ്ട അവന്റെ മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവനക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാവുന്നുവോ അതുവരെ അവൻ പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നാം പള്ളിയിലൊക്കെ പല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പല സദസ്സും സംഘടിപ്പിക്കുമ്പോ നാം നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാറുണ്ടോ? നാം പങ്കെടുക്കാറുണ്ടോ? എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്, എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്. നാം മനസ്സിലാക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാൾ, എന്നാണ് അതിന്റെ സമയം, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞിട്ട് ചോദ്യമുണ്ട്. ആയിക്കോട്ടെ, നിന്റെ ചോദ്യം വളരെ നല്ലതായ ചോദ്യമാണ്, പക്ഷെ ആ ഭയാനകരമായ ദിവസത്തിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ചോദിക്കപ്പെട്ട ആ സ്വഹാബി പറയുകയാണ്, മാ അഅതതു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ധാരാളമായി നിസ്കാരങ്ങളില്ല, ധാരാളമായി നോമ്പുകളില്ല, ധാരാളമായി സ്വതക്കയുമില്ല, പക്ഷേ ഞാൻ അല്ലാഹുവിനെയും അല്ലാഹു തആലാന്റെ റസൂലായ താങ്കളെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നബിയെ. ഈ ഇഷ്ടപ്പെടുക എന്നല്ലാതെ യാതൊരു അമലും അധികമായ യാതൊരു അമലും എനിക്കില്ല. ഇത് പറഞ്ഞപ്പോ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ആരെയാണോ കൂടുതലായി അധികമായി ഇഷ്ടപ്പെടുന്നത് ആരെയാണെങ്കിൽ അദ്ദേഹത്തോട് കൂടിയായിരിക്കും നാളെ ലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. പ്രിയമുള്ളവരെ, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നാം ആരെയാണോ ദുനിയാവിൽ അധികമായി ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നാം ആരെയാണ് അധികമായി ആരോടൊപ്പം കൂട്ടുകൂടാനാണോ അധികമായി നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരലോകത്ത്, പ്രത്യേകിച്ച് സ്വർഗീയ ലോകത്ത് അവരോട് കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന്. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ നാം സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ പരലോകത്ത്, സ്വർഗീയ ലോകത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി നാം ജീവിക്കുവാൻ, അവിടത്തോടു കൂടി നാം ജീവിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസ് ഇറങ്ങിയപ്പോ, ഈ ഹദീസ് വന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ അങ്ങേയറ്റ പ്രവാചകനെ സ്നേഹിക്കുന്നവരായിരുന്നു. ഈ ഹദീസ് വന്നപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചില്ലേ, ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഞങ്ങൾ കാരണം അത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കുന്നവരല്ലേ ഞങ്ങൾ. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രവാചകനോട് കൂടി നാളെ സ്വർഗീയത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ടത്, മുൻകഴിഞ്ഞ സ്വഹാബത്തുകളൊക്കെ അവരവരുടെ ഭാര്യ ഭർത്താക്കന്മാരെക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും സ്വന്തം മുതലിനേക്കാളും എന്ന് വേണ്ട സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരായിരുന്നു. അവർക്ക് അവർ പ്രവാചകന്റെ മുന്നിൽ യാതൊരു മുൻതൂക്കമായി നിൽക്കില്ല. പ്രവാചകനായിരുന്നവർ അവർക്ക് ഏറ്റവും വലുത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് വളരെ ഫഖീറായ മിസ്കീനായ ഒരാളായിരുന്നു. വളരെ മിസ്കീനായ ഫഖീറായ ഒരാളാണ്. അദ്ദേഹം രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം തന്റെ തോട്ടത്തിലേക്ക് പോകും. തന്റെ തോട്ടത്തിലേക്ക് പോയി ഈത്തപ്പഴങ്ങള് സ്വന്തം വറുത്തുകൊണ്ട് അത് വിറ്റ് ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്.
അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച രാവിലത്തെ സുബഹി നിസ്കരിച്ചിട്ട് സാധാരണ പോകുന്ന പോലെ തന്റെ തോട്ടത്തിലേക്ക് പോയി. എന്നിട്ട് ആ തോട്ടത്തിൽ കയറിക്കൊണ്ട് ഈത്തപ്പഴന്റെ മുകളിൽ കയറിക്കൊണ്ട് ഈത്തപ്പഴങ്ങളിൽ അറുത്ത് തന്റെ അരയിൽ ബന്ധിപ്പിക്കപ്പെട്ട ആ കൊട്ടയിലേക്ക് ആ ഈത്തപ്പഴങ്ങളെ പറിച്ചിടും. അങ്ങനെ പറിച്ചിടുന്ന സന്ദർഭത്തില് എന്റെ മകൻ വന്നുകൊണ്ട് പറയാണ്, ഉപ്പാ, നമ്മൾ സ്നേഹിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട സദർ വാപ്പയായ ആ ഈത്തപ്പഴയുടെ മുകളിൽ നിൽക്കുന്ന വാപ്പ ഒന്നും അറിയാത്ത മട്ടിൽ അത് കേട്ട സന്ദർഭത്തിൽ മെല്ലെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നുകൊണ്ട് തന്റെ അരയിലുള്ള ആ കൊട്ടയെന്ന് പുറത്ത് വെച്ചിട്ട് രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പറയാണ്, اللهم أذهب بصري حتى لا أرى بعد حبيبي أحدا. അല്ലാഹുവേ, ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിരിക്കുന്നു. ആ മുത്തിനെ കാണാൻ എനിക്ക് കഴിയില്ല, കാരണം മരിച്ചു പോയല്ലോ. ഇനി ഒരിക്കലും ആ മുത്തിനെ ഈ ലോകത്തിൽ വെച്ച് എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ നോക്കുന്ന, എന്റെ ദുനിയാവെല്ലാ സുഖങ്ങളെയും നോക്കുന്ന എന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണം അല്ലാഹ്. ഈ കണ്ണുകൊണ്ട് പ്രവാചകനെ കാണാൻ കഴിയാത്ത ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് ലോകത്തിൽ എനിക്ക് ആരെയും കാണേണ്ട. ഈ പ്രാർത്ഥിച്ചതും ഇങ്ങനെ പ്രാർത്ഥന നടത്തിയതായ സന്ദർഭം അതാ അള്ളാഹ് സന്ദർഭം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിന്റെ കാഴ്ച ഇല്ലാതെയായി. അദ്ദേഹം പോലെ തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷത്തോടു കൂടി പറയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് ഇനി കണ്ണ് വേണ്ട, പ്രവാചകനെ കാണാൻ കഴിയാത്ത കണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ സ്വഹാബത്ത്. പ്രിയമുള്ളവരെ, നോക്കുക, ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞതല്ലാതെ കണ്ണ് കാഴ്ച ഇല്ലാത്തവന് പിന്നെ മരുന്നുകൾ ഉപയോഗത്തോടു കൂടി കണ്ണിന് കാഴ്ച വന്നപ്പോ അതിന്റെ സന്തോഷത്താൽ അൽഹംദുലില്ലാഹ് പറഞ്ഞതല്ല. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ യാതൊരു പ്രശ്നമല്ല. അവർക്ക് ഏറ്റവും വലുത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതാണ് എല്ലാ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉഹുദ് യുദ്ധം നടക്കുന്ന വേളയാണ്. ഉഹുദ് യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദ്യം മുസ്ലിങ്ങൾ വിജയിച്ചു. പിന്നെ അവസാന ഘട്ടത്തില് ചെറിയൊരു പരാജയം ഏൽക്കേണ്ടി വന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധത്തിൽ ഖുറൈശികൾ ഒരു കുപ്രചരണം ഒരു നുണ പരത്തുകയുണ്ടായി. അവർക്കറിയാം ഇവിടെ ഒരു നുണ പരത്തി കഴിഞ്ഞാലേ അവർ വിജയിക്കുള്ളൂ എന്ന്. അങ്ങനെ ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് അതിൽ നിന്നും ഒരു കുഫ്ഫാറായ കാഫിറായ ഒരാൾ ഉറക്കെ പറയാണ്, ഖുതില മുഹമ്മദു, ഖുതില മുഹമ്മദു, മുഹമ്മദ് നബി അതാ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സ്വഹാബത്തൊക്കെ ചിന്നിച്ചിതറുമെന്ന് മനസ്സിലാക്കിയ ആ കുഫാരിയുടെ കുതന്ത്രമായിരുന്നു ഇത് പറയേണ്ട സമയം അവർ വിചാരിച്ചതുപോലെ, അവർ കണക്കൂട്ടിയത് പോലെ തന്നെ ആ സ്വഹാബത്തൊക്കെ ചിന്നിച്ചിതറാൻ തുടങ്ങി. അവർ ഒരു ഓട്ടം തുടങ്ങി. അവിടെ മനസ്സതാ പതറി. എന്താ ഞങ്ങൾ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ മരണപ്പെട്ടു പോയത്. അങ്ങനെ ചിഹ്നിച്ചതിൽ പല വഴിയിലേക്ക് അവർ ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് യുദ്ധക്കളത്തിൽ പുറത്തുണ്ടായിരുന്ന സയ്യിദത്തുനാ ഹിന്ദ് റളിയല്ലാഹു അൻഹാ യുദ്ധക്കളത്തിൽ പങ്കെടുക്കാതെ യുദ്ധത്തിൽ പങ്കെടുത്തതായ സ്വഹാബത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും തയ്യാർ ചെയ്തു കൊടുക്കുന്ന, അവർക്ക് എന്ത് സേവനത്തിനാണോ ആവശ്യമെങ്കിൽ ആ സേവനങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പുറത്തു നിന്നിരുന്ന സയ്യിദത്തുനാ ഹിന്ദ് റളിയല്ലാഹു അൻഹ ഈ വാർത്ത കേട്ടു. ഈ ഖുതില മുഹമ്മദു എന്ന് പറയുന്ന ആ കുഫാരിയായ ചങ്ങായി പറയുന്ന ഖുതില
മുഹമ്മദ് എന്ന് പറയുന്ന ആ ശബ്ദം കേട്ടപ്പോ ഓടി വരികയാണ്. എന്താ അല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ ഫഅല ബി റസൂലില്ലാഹ്, എന്റെ റസൂൽ എന്താണ് സംഭവിച്ചത്, എന്റെ റസൂൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണാങ്കളത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഓടി നടക്കുമ്പോ അത് ആ സഹാബത്തിന്റെ കൂട്ടത്തെ കണ്ടുമുട്ടി. ആ സഹാബത്തിനോട് ചോദിച്ചാണ്, എന്റെ റസൂൽ എന്താണ് സംഭവിച്ചത്, എന്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ, എന്റെ റസൂല് സത്യമാണോ എന്ന് ചോദിച്ചപ്പോ അവരതാ ഒരു മയ്യത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ മയ്യത്ത് ആരാന്നറിയുമോ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ധാരാളം വെട്ടുകൾ ഏൽക്കേണ്ടി വന്ന ഒരു മയ്യത്താണ്. ആ മയ്യത്ത് ആരാന്നറിയുമോ, ആ സഹാബത്ത് ഹിന്ദ് എന്ന ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന് നിന്റെ ഭർത്താവായ അംർ ബിൻ ജർമൂസ്. എന്റെ മനസ്സിൽ ഇതൊന്നുമല്ല എന്റെ പ്രയാസം, എന്റെ പ്രയാസം മുത്തറസൂലാണ്. ആ മുത്തറസൂലിന് സംഭവിച്ചു എന്നറിയാതെ എന്റെ മനസ്സിന് യാതൊരു സമാധാനമില്ല എന്ന് പറയാണ്. അല്ലാഹുവേ, എന്റെ ഭർത്താവായ അംർ ബിൻ ജർമൂസിനെ പരിപാലിക്കാൻ മരണശേഷമുള്ള ക്രിയാൻ എനിക്ക് സമയമില്ല. എന്റെ പ്രശ്നം എന്താണെന്നറിയുമോ, എന്റെ പ്രശ്നം റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്. എന്റെ ഭർത്താവല്ലേ ബന്ധപ്പെട്ടു പോയത്, എനിക്ക് യാതൊരു പ്രയാസമില്ല, ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് നീ പ്രതിഫലം നൽകണം അല്ലാഹ്. വീണ്ടും ഹിന്ദി എന്ന സഹോദരി വീണ്ടും യുദ്ധക്കളത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അതാ വീണ്ടും രണ്ടാമതായ ഒരു സ്വഹാബത്തിന്റെ കൂട്ടത്തെ കണ്ടപ്പോ വീണ്ടും ചോദിക്കുകയാണ്, എന്റെ മുത്തറസൂൽ എന്താണ് സംഭവിച്ചത്. അവനും അതാ മറ്റൊരു മയ്യത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു മയ്യത്തിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, ആ മയ്യത്ത് ആരാ നിനക്കറിയുമോ, നിന്റെ മകനായ മുആദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ മയ്യത്ത് കാണിച്ചു കൊടുത്തപ്പോ ആ സ്വഹാബത്ത് പറയാണ്, ഇത് ആരാന്നറിയോ, ഇത് രണ്ടാമത്തെ മയ്യത്ത് നിന്റെ മകനായ, നിന്റെ ജീവൻ തുല്യം നീ സ്നേഹിക്കുന്ന നിന്റെ മകനുണ്ടല്ലോ മുആദ്, ഇത് മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോഴും അതാ ഉമ്മയായ ഹിന്ദ് റളിയല്ലാഹു അൻഹ പറയാണ്, ആയിക്കോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. എന്റെ വിഷയം എന്റെ മകനല്ല, എന്റെ ഭർത്താവുമല്ല, എന്റെ വിഷയം എന്റെ പ്രധാനപ്പെട്ട വിഷയം എന്റെ നേതാവായ റസൂലുള്ളാഹിയാണ്. അവിടെ ചെന്ന് വീണ്ടും അത് പറയാണ്, ഈ മയ്യത്തിനെ പരിപാലിക്കാൻ എനിക്ക് സമയമില്ല. അല്ലാഹുവേ, ഞാൻ ക്ഷമിക്കുന്നു. വീണ്ടും രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് നീ പ്രതിഫലം നൽകണമേ. ഇത് കേട്ട് രണ്ടാമത് വീണ്ടും ആ ഹിന്ദ് എന്ന സഹോദരി ആ യുദ്ധക്കണത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടുമാണ് ഓടുകയാണ്. ആ സമയത്താണ് മൂന്നാമതായും ഒരു സ്വഹാബത്തിന്റെ കൂട്ടം കാണുകയുണ്ടായി. ആ സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ, എന്താണ് സംഭവിച്ചത് ചോദിച്ചപ്പോ അവരതാ വീണ്ടും മൂന്നാമതായ ഒരു മയ്യത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. മൂന്നാമതായ മയ്യത്ത് കാണിച്ചപ്പോ പറയാണ്, ആ മൂന്നാമതായ മയ്യത്തിനെ അവർ പരിചയപ്പെടുത്താനെന്നറിയുമോ, അതിന്റെ സഹോദരനായ അബ്ദുള്ളയാണ്. നിന്റെ സഹോദരനായ അബ്ദുള്ളയാണ്. അപ്പോഴും ഈ ഹിന്ദ് എന്ന സ്വഹാബിയായ വനിത ആവർത്തിക്കുകയാണ്, ഇതൊന്നുമല്ല എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ, അതാണ് എന്റെ പ്രശ്നം. അവിടെയും മയ്യത്തിന്റെ സഹോദരനായ അബ്ദുള്ള എന്ന സഹോദരന്റെ അടുക്കൽ പോയിക്കൊണ്ട് അവിടുന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവേ, ഞാനിവിടെ ക്ഷമിക്കാണ്. എന്റെ മരിച്ചോട്ടെ, എന്റെ ഭർത്താവ് മരിച്ചോട്ടെ, എന്റെ മകൻ മരിച്ചോട്ടെ, എന്റെ സഹോദരൻ മരിച്ചോട്ടെ, പക്ഷെ അവർക്കൊന്നും അവരെ ശേഷക്രിയ ചെയ്യാൻ എനിക്ക് സമയമില്ല. ഞാൻ എന്റെ
അള്ളാഹുവിന്റെ റസൂലിനെയാണ് തിരയുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും പോവുകയാണ്. അങ്ങനെ പോയിട്ടതാ വീണ്ടും ഒരു കൂട്ടത്തെ കണ്ടപ്പോ ആ കൂട്ടക്കാർ ചോദിക്കുകയാണ്, ഇവിടെ പറയപ്പെടുന്നുവല്ലോ റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു പറയപ്പെടുന്നുണ്ടല്ലോ, അത് ശരിയാണോ? എന്റെ മുത്ത് റസൂൽ മരിച്ചിട്ടുണ്ടോ? അതിനെങ്ങാനും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടം പറയാണ്, ഇല്ല, നിങ്ങൾ റസൂലുണ്ടല്ലോ, വസാലിമുൻ വസ്വാലിൻ കമാ തുഹിബ്ബു വസാലിമുൻ വസ്വാലിൻ കമാ തുഹിബ്ബു. യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അദ്ദേഹം സുരക്ഷിതമായി അവിടെ താഴെ ഭാഗത്തുണ്ട്. ഒരു അമ്പ് കൊണ്ടപ്പോ ചുണ്ടിന് അല്പം മുറിവായി, പല്ലിന്റെ ചെറിയതായ ഒരു പൊട്ടും വന്നിട്ടുണ്ട് എന്നല്ലാതെ യാതൊരു പ്രശ്നവും മുത്ത് റസൂലിനെ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന പോലെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോ പറയാണ്, പക്ഷെ ഇത് ശരിയാണോ? നിങ്ങൾ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കാൻ സാധിക്കുമോ? എനിക്ക് വിശ്വാസം വരുന്നില്ല, വിശ്വാസം വരുന്നില്ല. കാണിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ അവർ പറയാണ്, റസൂലിന്റെ താഴെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനാണ്. അവിടെ ആ ഗുഹന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അവിടെ യാതൊരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി സ്വഹാബത്ത് അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ ഈ സ്വഹാബികള് ആ ഹിന്ദ് എന്ന സഹോദരി ആ ഗുഹയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഗുഹയിൽ മുത്ത് റസൂലിനെ കാണേണ്ട സന്ദർഭം ഹിന്ദ് എന്ന സഹോദരി കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് പറയാണ്, റസൂൽ യാ റസൂലല്ലാഹ് കുല്ലു മുസീബത്തുൻ ജുലൻ ബഅദക യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് കുല്ലു മുസീബത്തുൻ ജുലൻ ബഅദക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് മരണപ്പെട്ടു, ഞാൻ നല്ലപോലെ സ്നേഹിച്ചിരുന്ന എന്റെ മകൻ മരണപ്പെട്ടു, എന്റെ സഹോദരൻ മരണപ്പെട്ടു. പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്റെ വിഷയം തങ്ങളാണ്. തങ്ങൾക്ക് യാതൊരു വേദനയും ഞങ്ങൾക്ക് വല്ലതും സംഭവിച്ചുവോ എന്ന പ്രയാസമാണ് എനിക്കുള്ളത്. എനിക്ക് സമാധാനമായി, താങ്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി വനിതന്റെ എല്ലാ പ്രയാസവും ചിരിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ഇത്തരത്തിലായിരുന്നു നമ്മുടെ മുൻകാല സ്വഹാബത്തൊക്കെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റങ്ങൾ എത്രത്തോളമാണ് അവർ ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്. അവരുടെ മുന്നിൽ യാതൊന്നും പ്രശ്നമായിരുന്നില്ല. നാം ആലോചിച്ച് നോക്കുക, നമ്മുടെ പള്ളികളെ പല സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ വിടാറുണ്ടോ? നമ്മൾ വരാറുണ്ടോ? നമ്മളെ കുട്ടികൾക്ക് പല പ്രയാസങ്ങളാണെങ്കിൽ നമ്മളെ വാപ്പന്മാരെ വിട്ടിട്ട് വാപ്പന്മാരെ കുട്ടികൾ വരാറുണ്ടോ? അത് നമ്മുടെ ബാധ്യത അല്ലാതെ ആരെങ്കിലും നടത്തിക്കോട്ടെ എന്ന രൂപത്തിൽ എണീറ്റ് പോകുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ഇവിടെ മുൻഗാമികൾ ചെയ്തു വെച്ച ഒരു മഹത്തായ കർമ്മമാണ് എല്ലാ വ്യാഴ്ച രാവിലെ ഇവിടെ സ്വലാത്ത് നടക്കുന്നത്. നാം ഓരോരുത്തരും തന്റെ ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് ആലോചിക്കുക, ഇത്ര കാലമുള്ള സ്വലാത്തിന്റെ സദസ്സ് നടന്നിട്ട് പോലും നാം 1, 2, 3 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സദസ്സുകൾ നാം പങ്കെടുത്തിട്ടുണ്ടോ എന്ന്. നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കുമ്പോ കാണാം, ഇതൊന്നും എന്റെ ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകുന്ന കുറച്ച് രക്ഷിതാക്കളെയും കുറച്ച് കുട്ടികളെ നാം കാണാൻ സാധിക്കും. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ നന്നാവുക? എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ നന്നാവുക? നാം അല്ലേ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നാം ആ സ്വലാത്തിന്റെ സദസ്സിൽ നാം ഇരുന്നു കൊണ്ട് നീ ഒരു ദിവസം എണീറ്റ് പോകുകയാണെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച്, ഇത് പുണ്യ റസൂലിന്റെ പേരിൽ സ്വലാത്തിനുള്ള സദസ്സാണ്, ഇവിടെ ഇരിക്കുമോനെ എന്ന് ഒരു തവണയെങ്കിലും പറയാൻ നാം തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് കുട്ടികൾ എണീറ്റ് പോകുന്ന സന്ദർഭം ഉണ്ടാവോ? അതിന് നാം ആദ്യമായി നാം എണീക്കേണ്ടേ, ആദ്യമായിട്ട് നാം ഇരിക്കേണ്ടേ. അതുകൊണ്ട് നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമുദായം നന്നാവുള്ളൂ. നാം മാതൃക ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ പല ജമാഅത്ത് നടക്കുമ്പോ 60, 80, 90 വയസ്സായ വെറും വൃദ്ധകളാണ്, വയസ്സായ
രക്ഷിതാക്കൾ മാത്രമാണ് ഇവിടെ പള്ളിയിൽ ജമാഅത്തിൽ കാണുന്നത്. എന്താണ് ഇവിടെ കുട്ടികളിലായിട്ടാണോ യുവാക്കളിലായിട്ടാണോ? ഇതിന്റെ കാരണക്കാരാണ് രക്ഷിതാക്കളായ നമ്മളും രക്ഷിതാക്കളായ ഉമ്മയും ഉപ്പയുമാണ്. നാം നമ്മുടെ കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കാം. എന്നാലേ നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം ഉണ്ടാവുള്ളൂ. നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം നമുക്ക് വേണ്ടേ? നാം ഖബറിൽ കിടക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്തെന്നറിയില്ലല്ലോ. നാം ഇരുട്ടറയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോ ഒന്നുകിൽ ഖബർ എന്ന് പറഞ്ഞാൽ നരകക്കുണ്ടാണ്, അല്ലെങ്കിലോ സ്വർഗീയത്തോപ്പാണ്. നമ്മളെങ്ങാനും ഖബർ നരകക്കുണ്ടാകുമ്പോ ആ സമയത്ത് നമ്മളതാ നരകിച്ചിങ്ങനെ കഴിയുന്ന സമയത്ത് നമ്മുടെ പിഞ്ചോവിനൊന്ന് പറയാണ്, അല്ലാഹുവേ എന്നെ മരണപ്പെട്ടു പോയ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയുകയാണെങ്കിൽ ആ പ്രാർത്ഥന മതി നമ്മുടെ അവസ്ഥ മാറി പറയാൻ. നാം പ്രയാസപ്പെട്ട് കഴിയുന്ന ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ അവസ്ഥ സ്വർഗത്തിലേക്കായി മാറ്റാൻ ആ പ്രാർത്ഥന മതി. പക്ഷെ ഇത്തരത്തിലുള്ള സന്താനങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യം. അതിനെന്ത് വേണം എന്നറിയുമോ? നാം ഒരു മാതൃകയുള്ളവരാവണം. രാത്രിയായാൽ ഭാര്യ നിസ്കാരത്തിന് ശേഷം തബാറക സൂറത്ത് ഓതുന്നവരാവണം. നാം വാഖിയ സൂറത്ത് ഓതുന്നവരാവണം. നാം അർ-റഹ്മാൻ സൂറത്ത് ഓതുന്നവരാവണം. നാം ഖുർആൻ 2 കഷ്ണം ഓതിക്കൊണ്ട് അടയാളം വെച്ചുകൊണ്ട് ഖുർആനോടുമായി യാതൊരു ബന്ധവും അറിയാത്ത രൂപത്തില് ഖുർആൻ നാം നെഞ്ഞോട് ചേർത്ത് പിടിച്ചവരാവണം. ഇത് കണ്ടിട്ടാണ് നാം നമ്മുടെ കുട്ടികൾ വളർന്നതെങ്കിൽ നാം അവരോട് പറയേണ്ട ആവശ്യമില്ല. നാം അങ്ങനെ അവരുടെ മുന്നിൽ ചെയ്യുകയാണെങ്കിൽ, ഈ രൂപത്തിൽ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അവരും അതാ പിറ്റേസം അവരും നമ്മോടൊപ്പം കൂടും. അതുപോലെ തന്നെ സുബഹിയുടെ കാലം സുബഹിക്ക് നാം എണീക്കുമ്പോ നാം സുബഹിക്ക് എണീക്കാതെ നിസ്കാരം ഖളാ ആയിട്ട് എണീക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളതെങ്കിൽ അത് കണ്ട് ജീവിക്കുന്ന നമ്മുടെ മക്കൾ എങ്ങനെയാണ് എണീക്കുക? ഒരിക്കലും തന്നെ ആ മക്കൾ നന്നാവാൻ പോണില്ല. നമ്മളതാ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന രക്ഷിതാക്കളാണെങ്കിൽ, നാം എന്നും ദിനേന പോകുന്നവരാണെങ്കിൽ അതാ അടുത്ത ദിവസം നമ്മൾ മക്കളും നമ്മളെ പിന്നാലെ വരും. പിന്നാലെ പോലെ ഒരു വട്ടം ചോദിക്കേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ. അവർ നമ്മൾ പിന്നാലെ വരൂലേ? പക്ഷെ എന്താണ് കുട്ടികൾ ജമാഅത്തിന് വരാത്ത കാരണം എന്നറിയുമോ? രക്ഷിതാക്കളായ നമ്മളാണ്. അപ്പൊ നമുക്ക് പല കാരണങ്ങളും പറയാനുണ്ടാവും. രക്ഷിതാക്കളായ ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് അന്നത്തിന് വേണ്ടി ജോലിക്ക് പോണ്ടേ? ഞങ്ങൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആരാണ് ഇവരെ അന്നത്തിന് വേണ്ടിയുള്ള കാശ് സൂചിപ്പിക്കാൻ? ആരാണ്? സംഭവം ശരിയാണ്. പക്ഷേ സുബഹിക്ക് നമ്മളാരും ജോലിക്ക് പോകുന്നവരില്ലല്ലോ. ഇശായിനാരും ജോലിക്ക് പോകുന്നവരില്ലല്ലോ. നാം ഇശായിന് വരട്ടെ, സുബഹിക്ക് നാം വരട്ടെ. ഇങ്ങോട്ട് മക്കളോട് പറയട്ടെ, ഞാൻ ഇശാനും സുബഹിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനി ഞാൻ ജോലി സ്ഥലത്തായ കാരണത്താൽ ളുഹറിനും അസ്റിനും മഗ്‌രിബിനും പള്ളിയിൽ പോരാൻ സാധിക്കൂല. പക്ഷെ നീ പള്ളിയിൽ പോട്ടോ എന്ന് പറയുമ്പോ അത് പറയാൻ തന്നെ നമുക്ക് ധൈര്യം ഉണ്ടാവൂലേ? നമുക്ക് ധൈര്യത്തോടെ പറഞ്ഞൂടെ? അപ്പൊ കുട്ടികൾ അത് കേൾക്കൂലേ? പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊറ്റ കാരണത്താലാണ് ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമുദായം ഉണ്ടല്ലോ ഇത്തരത്തിലാവാൻ കാരണം. മദ്രസയിൽ വന്നുകൊണ്ട് കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ നീ നിസ്കരിച്ചു എന്ന് ചോദിച്ചാൽ 8-9 കുട്ടികളുണ്ടെങ്കിൽ അത് 2-3 മേടി നിസ്കരിച്ചു, ബാക്കി നിസ്കരിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇതിന് കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി അവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിസ്കരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അവരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. സത്യത്തിലും നിസ്കരിച്ചിട്ടുണ്ടാവും. അവർ നമ്മളെ പേടിച്ച് മാത്രം നിസ്കരിക്കാന്ന്. അപ്പൊ ഇതൊക്കെ മാറ്റം വേണമെങ്കിൽ പ്രിയമുള്ളവരെ നാം കുറെ മാറ്റം വരുമ്പോൾ നമ്മുടെ മഹല്ലി അല്ലെങ്കിൽ നമ്മുടെ പള്ളിക്ക് ആൾക്കാരൊക്കെ ഉണ്ടാവും, മൗലിദൊക്കെ ഉണ്ടാവും. ഇപ്പൊ മൗലിദൊക്കെ നടക്കുമ്പോൾ വെറും കുറച്ച് കുട്ടികൾ മാത്രമാണ്. അത് നാളേക്ക് ചിലപ്പോൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. കാരണം രാത്രിക്ക് ഇവിടെ ദഫ് സ്കോളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ അതിന് വരും. അപ്പൊ അത് കഴിഞ്ഞ് പോകുമ്പോൾ അവർ മൗലിദിലൂടെ പങ്കെടുത്ത് പോകും. ഇനി അത് കഴിയുമ്പോൾ അതും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അവസ്ഥ ആവരുത്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മരിക്കുമെന്ന ഉറപ്പാണ്. അത് മരിക്കുമെന്ന കാര്യമാണ്, യാതൊരു സംശയം. അത് മരിക്കുമെന്ന കാര്യം, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മരണ വാർത്ത കേട്ട ഉടനെ തന്നെ അയൽവാസികളൊക്കെ പാടെ ഓടി വന്നുകൊണ്ട് നമ്മുടെ മുറ്റത്ത് പന്തലിങ്ങനെ ഇടും. പന്തലിട്ടിട്ട് അടുത്ത ചോദ്യം എപ്പോഴാണ് മയ്യത്തിരിക്കുന്നതാണ്. അല്ലാതെ ഏത് ഉപ്പ മരണപ്പെട്ടു പോയാലും ഒറ്റ മകന് പോലും പറഞ്ഞിട്ടില്ല ഇവനും പറയരുത് എന്റെ ഉപ്പയാണ്, എന്റെ ജീവിതത്തൊല്ലം എന്നെ സ്നേഹിച്ചിരുന്ന, എനിക്ക് ഇതുവരെ യാതൊരു കുറവ് വരാത്ത എന്റെ വാപ്പയാണ്, എന്റെ വാപ്പയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഒരൊറ്റ മകനും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ.
ആ മകനും എന്താ പറയാറ്, എന്റെ വാപ്പയെ പെട്ടെന്ന് എന്തിനും മറവിയണം, പാപ്പാൻ ഇവിടെ വെച്ച് വേദനിപ്പിക്കരുത്, വാപ്പാക്ക് നല്ലതാണെങ്കിൽ ആ നല്ലത് പെട്ടെന്ന് കിട്ടിക്കോട്ടെ, അതുകൊണ്ട് എന്റെ വാപ്പയെ പെട്ടെന്ന് മറവിയണം എന്നാണ് എല്ലാ മകനും പറയാറ്. അതുകൊണ്ട് മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്, മരിച്ചാൽ മറവിയും ഖബർ എന്ന ജീവിതം നമുക്കുണ്ടെന്ന് ഉറപ്പാണ്. ആ ജീവിതത്തിൽ നമുക്ക് നന്മ വേണമെങ്കിൽ, നാം സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ നാം നന്നാവണം, നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ ഭാര്യ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ അഹ്ലുകാരൊക്കെ നന്നാവണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ നിന്നെയും നിന്റെ അഹ്ലുകാരെയും നീ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ അവരെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന്. നാം നമ്മെ കുറിച്ച് മാത്രമല്ല ചോദിക്കുക, നമ്മൾ അഹ്ലുകാരെ കുറിച്ചും എല്ലാവരെ കുറിച്ച് ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനും മുത്തു റസൂലിനോട് കൂടി സ്വർഗ്ഗത്തിൽ കടക്കുവാനും മുത്തു റസൂലിനെ സ്നേഹിക്കുവാനും തൗഫീഖ് നബി നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ളത് വലിയായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന ഈ റബീഉൽ അവ്വൽ പരിപാടി ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട് തമ്പുരാനെ. പലരും പൈസ തന്നുകൊണ്ട് അവർ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാതും നിനക്ക് അറിയുന്നവരാണ് തമ്പുരാനെ. എല്ലാ കാര്യവും നിനക്കറിയാം, എത്രയാണ് തന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, എല്ലാതും അറിയുന്ന നാഥാ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരെല്ലാം ഹലാലായ സർവ്വ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവിടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എന്തുദ്ദേശമാണെങ്കിലും ഹലാലായ എല്ലാ ഉദ്ദേശവും നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരെല്ലാം ഞങ്ങൾ സ്ഥാപനങ്ങളെ, ഞങ്ങൾ സ്ഥാപനത്തിലെ സർവ്വ കാര്യങ്ങളോടും സഹകരിക്കുന്നവരാണ്. അവരുടെ മുതലുകളെല്ലാം നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. അവിടെ മുതലെല്ലാം നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അവിടെ ജോലികളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അവിടെ ജോലിയിൽ നീ സംതൃപ്തി നൽകണേ തമ്പുരാനെ. അവിടെ കുടുംബങ്ങൾ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ ആപത്ത് മുസീബത്തും മാരകമായ രോഗമെന്നും എല്ലാവിധ പകർച്ചവ്യാധികളെന്നും അവരെയും ഞങ്ങളെ നീക്കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മൗലിദിന് ശേഷമുള്ള ഭക്ഷണത്തിലേക്ക് ഇറച്ചി തന്നവരുണ്ട്, അതുപോലെ അരി തന്നവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം ഏതെല്ലാം വിധനയാണോ സഹായിച്ചതെങ്കിൽ അതെല്ലാം തന്നെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിനെല്ലാം പുണ്യങ്ങളെല്ലാം ആപത്തുകളെ തുടർന്ന് അവരെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ കാതുരക്ഷ നൽകണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ നന്മ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കണക്കാക്കിയ ശർറുകളെ തൊട്ടും അവരെയും അവരുടെ കുടുംബങ്ങളെ നീ കാക്കണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇതിന്റെ കർത്തവ്യം ഉൾക്കാരണം എന്നുള്ളതാണ്. പറഞ്ഞതിൽ വല്ല പിഴവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.